നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ചർച്ച സോഷ്യൽ മീഡിയകളിലായാലും ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായിട്ടുള്ളത് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സിനിമ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസുകളാണ്. നമുക്കൊക്കെ അറിയാം, ഇത് ഉള്ളി സിനിമാ മേഖലകളിൽ മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അതാത് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എല്ലാവരും 15 അംഗ ഗ്രൂപ്പ്, ഈ ഒരു ചെയിന്, ഈ ഒരു മാഫിയ ആരൊക്കെയാണെന്ന് അറിയാനുള്ള വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയിലാണ് എല്ലാവരും ഉള്ളത്. ആരാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം. നമ്മളെ ആരാധിക്കുന്ന മഹാനടന്മാരുണ്ടോ, മെഗാസ്റ്റാറുകളും സൂപ്പർ സ്റ്റാറുകളും മറ്റ് ലേഡീസ് സൂപ്പർ സ്റ്റാറുകളും ഒക്കെ ഉണ്ട് ഇതിൽ എന്ന് അറിയാനുള്ള വല്ലാത്തൊരു ആഗ്രഹത്തിലാണ്. അപ്പൊ ഇതൊന്നും പുറത്തു പോകുന്ന ഒരു ഇഷ്യൂ അല്ല. ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരുവിധം ചാനലിന്റെ കയ്യിലുണ്ട്, ഒരുവിധം രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അവർക്കറിയാം ഇതാരാണ് ഇതിന്റെ ബാക്കിൽ എന്ന്. എങ്കിലും ഇത് ഇന്ന് പുറത്ത് പറയില്ല. ഈ ചാനല് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന എല്ലാവർക്കും അറിയാം ആരാണെന്ന്. അവർക്കും പറയാൻ ഭയം. ഇത് പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പുതിയ ഒരു 15 അംഗ ചെയിന് വന്നതൊന്നുമല്ല. ഇത് ഓൾറെഡി സിനിമാ ഫീൽഡ് സജീവമായിട്ട് നിൽക്കുന്ന സംവിധായകരുണ്ട്, അതുപോലെ തന്നെ നടന്മാരുണ്ട്, മറ്റു മേഖലകളിലൊക്കെ ഉള്ള എല്ലാ സജീവമായിട്ട് നിൽക്കുന്ന അവർ തന്നെയാണ്. അതെല്ലാവരും അറിയുന്ന ആളുകൾ തന്നെയാണ്. അല്ലാതെ ഇത് പുതുതായിട്ട് പ്രത്യേകിച്ച് ഒരു ആളുകൾ ഒന്നും ഈ ഒരു വിഷയത്തിലേക്ക് വരാനില്ല. ഇപ്പൊ ഓൾറെഡി സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടന്മാരും സംവിധായകരും മറ്റ് പ്രൊഡ്യൂസർമാരും ഒക്കെ തന്നെയാണ് ഇതിന്റെ ബാക്കിൽ ഉള്ളത്. അല്ലാതെ പുതിയൊരു ആളുകൾ കടന്നു വരുന്നോ നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഇവരെ പേരുകളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളെ മനസ്സിലൊക്കെ ഉള്ള ഒരു 10-20 ആളുകളെ പേരുണ്ട്. ആ പേരുകളിലുള്ള ഒരു 15 ആളുകൾ തന്നെയാണ് ഈ ഒരു ഗ്രൂപ്പിലും സജീവമായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു നടന്റെ പേരും പുറത്ത് പറയുന്ന ആരും കരുതേണ്ട. ഒരു നടന്റെ പേരിലും ഒരു കേസും വരില്ല. ഇതാരും നിങ്ങളാരും ഇതൊരു സജീവമായിട്ട് നാളെ ആ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇത് സംഭവിക്കും, അല്ലെങ്കിൽ അവരെ പേര് പറയുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഇത് ചാനൽ ചർച്ചകൾ സജീവമായി നിൽക്കുന്നത് വേറെ സബ്ജക്റ്റ് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അവർക്ക് വേറെ ഒരു സബ്ജക്റ്റ് വിഷയം കിട്ടുകയാണെങ്കിൽ അവർ ഇന്ന് അല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോകും. വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിക്കണം എന്നുള്ളൊരു തോന്നലാണ്. അതിൽ നിന്നാണ് ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞത്. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.